ഹായ് നമുക്കിന്നതേ ഈ ഒരു കമ്മലുണ്ടാക്കിയാലോ. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്താൽ കേട്ടോ. ആൾ വലിയ റെഡ് കമ്മലുണ്ടാക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഡിസൈൻ ഒരു പേപ്പറിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ OHP ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനിലൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് താഴെയായിട്ട് ഒരു പകുതി പോർഷനോളം ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ രണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. റെഡ് കളർ തന്നെ രണ്ട് ടൈപ്പ്. അപ്പോൾ അതേ ആദ്യം സ്ക്വയർ ഒട്ടിച്ചു. എന്നിട്ട് സ്ക്വയറിന് തൊട്ട് താഴെ ഇതുപോലെ റൗണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റോൺ ചെയിനിൻ്റെ മറ്റേ പോർഷനിലും ഇതുപോലെ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു താഴത്തെ പോർഷനിലും കൂടെ ഒന്ന് ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു രീതിക്ക് ഉദ്ദേശിച്ച് നമ്മൾ ചെയ്ത് തുടങ്ങും. പക്ഷേ പിന്നെ ബെറ്റർ ഇതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ. അങ്ങനെ മാറ്റി കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ സ്റ്റഡ് പോർഷൻ ചെയ്യുകയാണ്. അതിന് ആദ്യം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് താഴെ സ്റ്റോൺ ചെയിൻ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് കേട്ടോ ഒട്ടിക്കുന്നത്. എന്നിട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ ഒരു കുന്തൻ സ്റ്റോണും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡ് പോർഷൻ. ഇനി ഇത് നന്നായി ഡ്രൈ ആവണം കേട്ടോ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് കൊണ്ടിടും. അപ്പോൾ നന്നായി ഡ്രൈ ആവും. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഈ കട്ടിങ്ങിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ. എന്നിട്ട് സ്റ്റഡ് പോർഷനിൽ ഞാനൊരു ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഹാങ്ങിങ് പോർഷനിലും ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഹാങ്ങിങ് പോർഷൻ്റെ താഴ്ഭാഗത്തും നമുക്ക് ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റഡ് പോർഷൻ്റെ മുകളിൽ. ഇനി നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ട് ബോൾ പിന്നിലേക്ക് ഇട്ട് കൊടുത്ത് എന്തെങ്കിലും ഒരു റൗണ്ട് ഒബ്ജക്റ്റിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയാൽ മതി. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ആ ഐപ്പിനിലേക്ക് ആദ്യം 2 ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഹാങ്ങിങ് ബീഡ് ഇട്ടു. പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഈ ഹാങ്ങിങ് ബീഡ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു വൈറ്റ് കളർ കുറച്ച് വലിയൊരു ബീഡാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബീഡിൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. മീഷോന്ന് വാങ്ങിയതാണ്. എന്നിട്ട് ആ മോൾ ഭാഗം ഒന്ന് ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഐപ്പിന് പോലെ തന്നെ. ഇനി നമുക്ക് ആ ഒരു ഹാങ്ങിങ് പോർഷൻ്റെ മുകളിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഐപ്പിനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഐപ്പിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഇതിന് നല്ലൊരു ഹെവി ലുക്ക് വന്നില്ലേ. ഇനി നമുക്ക് ആ ഒരു സ്റ്റഡ് പോർഷനും കൂടെ ഇട്ട് കൊടുത്ത് ആ ഒരു ഐപ്പിൻ ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.